സത്യം പറഞ്ഞാലേ എൻ്റർടൈൻമെൻ്റ് ആണ് മൂവി എന്ന് പറയുന്നത്. ജനറലി സ്പീക്കിംഗ് നമ്മളെ ഒരു സന്തോഷിക്കാൻ പോകുന്ന അതിലിപ്പോൾ ഫൈറ്റ് ആകാം, ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ഇങ്ങനത്തെ മൂവീസൊക്കെ പുതുമുഖങ്ങളാണെങ്കിലും ആൾക്കാർ പറഞ്ഞറിഞ്ഞിട്ട് നല്ല മൂവിയും നല്ല കാര്യങ്ങളും ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് സക്സസ് ആയിട്ട്. അങ്ങനെ എത്രയോ മൂവീസ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാലേ എൻ്റർടൈൻമെൻ്റ് ആണ് മൂവി എന്ന് പറയുന്നത്. ജനറലി സ്പീക്കിംഗ് നമ്മളെ ഒരു സന്തോഷിക്കാൻ പോകുന്ന അതിലിപ്പോൾ ഫൈറ്റ് ആകാം, ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. സസ്പെൻസ്, ത്രില്ലർ, പാട്ട്, അതെല്ലാം ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള മൂവീസും വരണം. പക്ഷേ അതിന് തയ്യാറായിട്ട് പ്രൊഡ്യൂസേഴ്സ് വരുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ എല്ലാ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ കാര്യമില്ലല്ലോ. കുറച്ചൊക്കെ ഇത് ഒരു മാസിൻ്റെ അകത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് മെസ്സേജസ്. പക്ഷേ ആൾ പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്. അത് അറിയുന്നില്ല ഇതിനകത്ത് എത്ര നല്ല വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ, കണ്ടാലല്ലേ അറിയുള്ളൂ. അതെന്താ പറയുക, ഇനിഷ്യൽ പുള്ളാണ് ഈ പറഞ്ഞ പോലെ പോപ്പുലർ മുഖങ്ങൾ കാണുമ്പോൾ ഇനിഷ്യൽ പുള്ളാണ്. റിലീസിൻ്റെ അന്ന് തന്നെ ഭയങ്കര തിരക്കാണ്. പക്ഷേ ഇങ്ങനത്തെ മൂവീസൊക്കെ പുതുമുഖങ്ങളാണെങ്കിലും ആൾക്കാർ പറഞ്ഞറിഞ്ഞിട്ട് നല്ല മൂവിയും നല്ല കാര്യങ്ങളും ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് സക്സസ് ആയിട്ട്. അങ്ങനെ എത്രയോ മൂവീസ് ഉണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളത്. അവരറിയുന്നില്ല, അതുകൊണ്ടാണ് ഈ മെസ്സേജ് അവരിലേക്ക് എത്തണം. എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞ് അറിയുമല്ലോ ആൾക്കാർ. ഓക്കെ, നല്ല സിനിമയാണ്, നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് പറഞ്ഞ് വരുമ്പോൾ ഡെഫിനറ്റ്ലി യൂത്തും കൂടി കണ്ടു തുടങ്ങും. പക്ഷേ ഇപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് പോകണമെന്നാണ് ഞാൻ അറിഞ്ഞത്. നല്ല ഫീഡ്ബാക്കാണ്, അത്യാവശ്യം ഓടുന്നുണ്ടെന്നാണ്. സ്പെഷ്യൽ റിവ്യൂ ആയിട്ട് ഇന്ന് കൊടുത്തു എന്നല്ലേ ഉള്ളൂ. ഇത് എനിക്ക് പറയാനുള്ളത് യൂത്തിന് സത്യം പറഞ്ഞാൽ അറിയുന്നൊരു കാര്യമാണ്. അതിൽ ഒരുപാട് പേര് റിയലൈസ് ചെയ്യാതെ പോകുന്ന കുറേ സത്യങ്ങളുണ്ട്. എല്ലാവർക്കും എന്താ പറയുക, വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര കളർഫുള്ളാണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാമൊന്നും അങ്ങനെ അല്ല എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഇതിൽ വരുന്നത്. ഒരു പക്ഷേ അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലാത്തവർക്ക് അറിയില്ല. പക്ഷേ എന്നാലും കുറച്ച് കോഷ്യസ് ആവാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ചതിക്കുഴികളും ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരൊന്നുകൂടി എന്താ പറയുക, വളരെ ശ്രദ്ധാപൂർവമേ ഒരു കാലെടുത്ത് വെക്കുകയുള്ളൂ. പിന്നെ നാട്ടിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മൾ നാടിൻ്റെ കാര്യം പറയുന്നത് ഇതിൻ്റെ അതിൻ്റെ മൈനസുകൾ കാണിക്കുന്നുണ്ടല്ലോ. ഇവിടെ എല്ലാ കെട്ടുപാടുകളാണ്, എല്ലാത്തിനും തിരിച്ചടികളാണ്. ഒരാൾ നാട്ടിൽ നിന്നൊരു ബിസിനസ് ചെയ്യാൻ നോക്കുമ്പോൾ എന്തെല്ലാം കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ മടുപ്പുണ്ടാവും. അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്, അങ്ങ് പോയാലും മതി എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, നിന്ന് ഫൈറ്റ് ചെയ്ത് നമ്മൾ അത് വേണം എന്നുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നാട്ടിൽ നിന്ന് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ജോലിയാണെങ്കിലും എന്താ പറയുക, ബിസിനസ് ആണെങ്കിലും എല്ലാം. ഇത് ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ പക്ഷേ നമ്മളെല്ലാ ചോയ്സും ഇപ്പോൾ കാണിക്കുകയാണ്. ഈ മൂവിയിൽ അങ്ങനെയാണല്ലോ. ഇപ്പോൾ പോണ കാര്യവും ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആൾക്കാരുടെ തീരുമാനം അവരവർ എടുക്കേണ്ട തീരുമാനമാണ്. പക്ഷേ എല്ലാത്തിനെക്കുറിച്ച് അവെയർ ആക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് ചുറ്റും നടക്കുന്ന കാര്യം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്.